അങ്ങേക്ക് ഇതുവരെ വിശദീകരിക്കാൻ പറ്റില്ല എന്താ കൈരളി ചർച്ച നടത്തുന്നത്. അതിന് മറുപടി പറഞ്ഞിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. അതിന് മറുപടി പറഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. കൈരളി എന്താ ചർച്ച നടത്താത്തതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോദ്യം അറ്റൻഡ് ചെയ്യുന്നുള്ളൂ. ഇ.പി. ജയരാജന്റെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നിങ്ങൾ ചർച്ച ചെയ്യും. ശരി, നിങ്ങൾ ക്രോസ് വെക്ക്. നിങ്ങളുടെ ഒരു നേതാവിനെതിരെ ഒരു അസംബന്ധ ആരോപണം വന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചർച്ച വെക്ക്. ഇ.പി. ജയരാജന്റെ വിഷയത്തിൽ ചർച്ച വെച്ചോന്ന എന്റെ ചോദ്യം. അപ്പൊ ബാക്കിയൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യമൊക്കെ കൈരളി തീരുമാനിക്കും. കൈരളിയുടെ ചർച്ച ഞങ്ങൾ തീരുമാനിക്കണം. അതൊക്കെ പള്ളി പോയി പറഞ്ഞാൽ മതി. ഇത് പ്രസ് ക്ലബ്ബാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഭീഷണിയൊന്നും വേണ്ട. എന്റെ സുഹൃത്താണ് ഇവൻ. ആദ്യം പിടിച്ച് പുറത്താക്കി. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയുന്നത്. 16 വയസ്സായപ്പോ പത്തനംതിട്ട വന്നു തുടങ്ങിയതാ. അന്ന് ഞാൻ വരട്ടിട്ടില്ല. അങ്ങ് അങ്ങനൊന്നും വരട്ടണ്ട. കൈവച്ചിരുന്നാ മതി. എന്റെ പൊന്നു സഹോദര, പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതിനകത്ത് എന്താ കുഴപ്പം? ഇത്ര പ്രകോപിതനാകേണ്ട കാര്യം നിങ്ങള് ഇത്ര പ്രകോപിതനാകേണ്ട കാര്യം എന്താ? ഞാൻ മാധ്യമ സമ്മേളനത്തിന് വിളിച്ച് അനുവാദം വാങ്ങിച്ചിട്ട് വന്ന ആളാ. നിങ്ങളുടെ അതിഥിയാ. നിങ്ങളുടെ വായിരിക്കുന്ന കേൾക്കാൻ വന്ന ആളല്ല. ഞാൻ മോശമായി പറഞ്ഞ വാക്ക് പറ. ഞാൻ പറഞ്ഞ അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്ക് നിങ്ങൾ പറ. കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. ഒരു അൺപാർലമെന്ററി വാക്ക് പറ. ഞാൻ ഈ മാധ്യമ സമ്മേളനം 50 വർഷമായിട്ട് നടത്തി, 50 മിനിറ്റായിട്ട് നടത്തി. നിങ്ങൾ തന്നെ പറഞ്ഞു. ഞാൻ പിണറായി വിജയൻ പറയുന്നതിന്റെ കൂടെ നിങ്ങളെ വിളിച്ചെടുത്തിട്ട് ചെറ്റത്തരം നിങ്ങൾ കാണിക്കുന്നത് ഞാൻ പറഞ്ഞോ? നിങ്ങളോട് ചെറ്റത്തരം കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. പിണറായി വിജയൻ പറഞ്ഞതുപോലെ ചെറ്റത്തരം കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞോ? പിണറായി വിജയൻ പറഞ്ഞതുപോലെ ചെറ്റത്തരം കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞോ? എനിക്ക് മടുത്തടാ. ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോകും. അതിൽ എനിക്ക് വലിയ പരാതി ഒന്നുമില്ല. ഞാൻ അങ്ങോട്ട് ചെറ്റത്തരം എന്ന് പറഞ്ഞോ? അങ്ങ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന ചെറ്റത്തരമാണ്, മാധ്യമ പ്രവർത്തനമല്ല എന്ന് ഞാൻ പറഞ്ഞോ? ചേച്ചി ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ പലയടിച്ച് ഞാൻ റബ്ബർ ഷീറ്റാക്കും. എന്ത് പ്രകോപനം ഞാൻ ഉണ്ടാക്കിയത്? അങ്ങാണ് കുറെ നേരമായിട്ട് പ്രകോപനം ഉണ്ടാക്കിയത്. അങ്ങാണ് കുറെ നേരമായിട്ട് വരട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ വരട്ടലൊക്കെ 8 മടക്കി കൈ വെച്ചാൽ മതി. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. ഇവിടുത്തെ നാട്ടുകാർക്ക് എന്റെ വ്യക്തിപരമായ പേര് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.